ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രംപിന്റെ ഡേ വണ്ണിൽ തന്നെ ബിറ്റ്കോയിനെ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റായിട്ട് പ്രഖ്യാപിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറിൽ സൈൻ ചെയ്യുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓർഡറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് അത് ബിറ്റ്കോയിന്റെ പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. എന്താണ് സ്ട്രാറ്റജിക് ബിറ്റ്കോയിൻ റിസർവ്? ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് സ്ട്രാറ്റജിക് റിസർവ്? ഇപ്പോൾ യു എസിൻ്റെ കേസ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ യു എസ് പല രീതിയിലുള്ള അസറ്റും അവരുടെ സ്ട്രാറ്റജിക് റിസർവ് അസറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ ഓയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, ഗോൾഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫുഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓയിലിൻ്റെ കേസ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഓയിലിനുള്ള ക്ഷാമം ഉണ്ടാകും. അതുപോലെ തന്നെ ഓയിലിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരത്തിൽ അവരുടെ കയ്യിലുള്ള റിസർവ് ആയിട്ടുള്ള ഈ ഓയിൽ എടുത്ത് മാർക്കറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ട് ഒന്ന് പ്രൈസ് കുറയ്ക്കാൻ പറ്റും, രണ്ട് മാർക്കറ്റിൽ ഓയിലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും പറ്റും. അതേപോലെ തന്നെയാണ് ഫുഡിൻ്റെ കേസും. ഏതെങ്കിലും രീതിയിൽ യുദ്ധങ്ങൾ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഫുഡിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കൂടും. അതുപോലെ തന്നെ ഫുഡിൻ്റെ ലഭ്യത ഇല്ലാതാവും. ഈ അവസരത്തിലൊക്കെ അവരുള്ള റിസർവ് അസറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഫുഡ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഫുഡ് ലഭ്യത ഉറപ്പുവരുത്താനും പറ്റും. അതോടൊപ്പം തന്നെ പ്രൈസ് കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതിനൊക്കെ വേണ്ടിയാണ് ഓരോ കൺട്രീസും, ഇപ്പം യു എസിൻ്റെ കേസ് മാത്രമല്ല, ഇന്ത്യ ആയാലും പല രാജ്യങ്ങളായാലും ഇങ്ങനെ തന്നെ റിസർവ് ആയിട്ട് പല കമോഡിറ്റീസും അല്ലെങ്കിൽ പല പ്രഷ്യസ് മെറ്റൽസും ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു റിസർവിൻ്റെ കൂട്ടത്തിലേക്ക് ബിറ്റ്കോയിനെയും കൂടി ആഡ് ചെയ്യുമെന്നാണ് കഴിഞ്ഞ നാഷ്വലിൽ നടന്ന ബിറ്റ്കോയിൻ കോൺഫറൻസിൽ ട്രംപ് വന്ന് പ്രസംഗിച്ചത്. എന്തുകൊണ്ട് ബിറ്റ്കോയിൻ സ്ട്രാറ്റജിക് റിസർവ്? ഇപ്പോൾ യു എസിൻ്റെ കേസ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ യു എസിൻ്റെ ഡെപ്റ്റ് എന്ന് പറയുന്നത് $36 ട്രില്യൺ ആണ്. അതേസമയത്ത് അവർ GDP എന്ന് പറയുന്നത് വലിയ $27 ട്രില്യൺ ആണ്. ഇപ്പോൾ ഡെപ്റ്റും GDP ആയിട്ട് വലിയ രീതിയിലുള്ള ഒരു അന്തരമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെപ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, GDP അതിനേക്കാളും കുറവാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഭാവിയിൽ ഉള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഡെപ്റ്റ് റീപേയ്മെൻറ്റ്സ് പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന്, ആ കൺട്രിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് അവർ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വലിയ രീതിയിൽ റിട്ടേൺ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അസറ്റ് അവരുടെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യുക വഴി ഈ ഒരു വലിയ രീതിയിലുള്ള ഡെപ്റ്റ് ഭാവിയിൽ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിൽ 60%-ലധികമാണ് ബിറ്റ്കോയിൻ കൊടുത്തിരിക്കുന്ന റിട്ടേൺ. കഴിഞ്ഞ 14 വർഷത്തെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ 11 വർഷവും മറ്റെല്ലാ അസറ്റ് ക്ലാസ്സുകളെയും വളരെ ഭീകരമായി ഔട്ട് പെർഫോം ചെയ്ത ഒരു അസറ്റും കൂടിയാണ് ബിറ്റ്കോയിൻ. അതുകൊണ്ട് തന്നെ യു എസിനെ പോലത്തെ ഡെപ്റ്റ് കൂടിയിരിക്കുന്ന കൺട്രീസ്, യു എസ് മാത്രമല്ല മറ്റുള്ള കൺട്രീസിനൊക്കെ തന്നെ അവർക്ക് ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രൈസ് അപ്രീഷിയേറ്റ് ആവുന്ന ഒരു അസറ്റ് അവരുടെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസറ്റ് ഭാവിയിൽ വിറ്റുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് വെച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു വലിയ രീതിയിലുള്ള ഡെപ്റ്റ് റീപേയ്മെൻറ്റ് നടത്താൻ പറ്റും. അങ്ങനെ അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻസ് സ്ട്രോങ് ആക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ബിറ്റ്കോയിനെ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റായിട്ട് യു എസ് അടക്കമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നു. കഴിഞ്ഞ ബിറ്റ്കോയിൻ കോൺഫറൻസ് നാഷ്വലിൽ വന്ന് ട്രംപ് പറഞ്ഞത് യു എസിൻ്റെ കയ്യിൽ നിലവിലുള്ള 2 ലക്ഷത്തിലധികം വരുന്ന ബിറ്റ്കോയിൻ സ്ട്രാറ്റജിക് റിസർവ് അസറ്റായിട്ട് മാറ്റും. അവരുടെ സ്ട്രാറ്റജിക് റിസർവിലേക്ക് ഈ ഒരു ബിറ്റ്കോയിനെ ആഡ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ 2 ലക്ഷത്തിലധികം ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ അത് യു എസ് പൈസ കൊടുത്ത് വാങ്ങിച്ച ബിറ്റ്കോയിൻ അല്ല. ഇപ്പോൾ സിൽക്ക് റോഡ് വെബ്സൈറ്റ് ആയാലും അതുപോലെ തന്നെ ബിറ്റ്ഫിനെക്സ് ഹാക്ക് ചെയ്ത് ഈ ഹാക്കർമാരുടെ ഇടയിൽ നിന്ന് പിടിച്ചെടുത്ത ബിറ്റ്കോയിനൊക്കെ കൂടിച്ചേർന്നാണ് ഈ 2 ലക്ഷത്തിലധികമുള്ള ബിറ്റ്കോയിൻ. പുതിയ കോർട്ട് പ്രകാരം ബിറ്റ്ഫിനെക്സിൻ്റെ അടുത്ത് നിന്ന് ഹാക്കർമാർ ഹാക്ക് ചെയ്ത ബിറ്റ്കോയിൻ ബിറ്റ്ഫിനെക്സിന് തന്നെ തിരിച്ചു കൊടുക്കണം. എന്നാലും 1 ലക്ഷത്തിലധികം ബിറ്റ്കോയിൻ യു എസിൻ്റെ കയ്യിലുണ്ടാവും. ബ്ലൂംബർഗിൻ്റെയും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം തന്നെ ബിറ്റ്കോയിൻ ഈ വരുന്ന 1 ലക്ഷത്തിലധികം വരുന്ന ബിറ്റ്കോയിൻ ട്രംപിൻ്റെ ഡേ വണ്ണിൽ തന്നെ അതൊരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റായിട്ട് ആഡ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ബില്ല് സെനറ്റർ ലുമിൻസ്, യു എസിലെ സെനറ്റർ ആയിട്ടുള്ള സെനറ്റർ ലുമിൻസ് പ്രപ്പോസ് ചെയ്ത മറ്റൊരു ബില്ലുണ്ട്. അതായത് ഓരോ വർഷവും 2 ലക്ഷത്തിലധികം ബിറ്റ്കോയിൻ വാങ്ങി അടുത്ത 10 വർഷം കൊണ്ട് ഒരു 1 മില്യൺ ബിറ്റ്കോയിൻ യു എസിൻ്റെ കയ്യിൽ എത്തിച്ച് മൊത്തം സപ്ലൈയുടെ 5% അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഈ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്ത് സെനറ്റർ ലുമിൻസ് ആണ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഡേ വണ്ണിൽ തന്നെ പ്രസിഡന്റ് ഈ ഒരു ബില്ല് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസിഡൻസിയിൽ ഈ ഒരു ബില്ലും പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം യു എസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു കൂടി വരുന്ന ഡെപ്റ്റ് റീപേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും മികച്ച ഒരു അസറ്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. കാരണം കഴിഞ്ഞ 14 വർഷത്തെ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ മറ്റെല്ലാ അസറ്റിനെയും വളരെ ഭീകരമായിട്ട് ഔട്ട് പെർഫോം ചെയ്ത അസറ്റാണ് ബിറ്റ്കോയിൻ. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ യു എസിൻ്റെ മുന്നിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബില്ലും പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡേ വണ്ണിൽ ഒന്നിട്ടും പാസ്സായിട്ടില്ലെങ്കിലും സമീപ ഭാവിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
ഇപ്പോൾ US ബിറ്റ്കോയിൻ റിസർവ് അസറ്റായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ഒരിക്കലും ഈ റാലി മിസ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അവരും തീർച്ചയായിട്ടും അവർ മണി പ്രിന്റ് ചെയ്യും. ദേ വിൽ ഓൾസോ വിൽ ബൈ ബിറ്റ്കോയിൻ. അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങൾ, ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം, ബിറ്റ്കോയിൻ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആസ് ആൻ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊന്നും ചെയ്യേണ്ട. ബിറ്റ്കോയിൻ വാങ്ങിക്കുക, അത് ഹോൾഡ് ചെയ്യുക, അത് കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.